ചേച്ചി എന്നെങ്ങനെ വേഷം കെട്ടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. വരുണിന്റെ മനസ്സിൽ ഒരു തരി പോലും എനിക്ക് ഇടമില്ല. ഞാനിപ്പോ വരുണിനെ സ്നേഹിക്കുന്നത് സിൻസിയറായിട്ടാ. ഞാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോലും വേണ്ടെന്ന് വെച്ചില്ലേ. അത് വരുണിനെ സ്നേഹിച്ച് കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ. എന്നിട്ടും വരുൺ എന്നെ സ്വീകരിക്കാൻ തോന്നുന്നില്ലല്ലോ. ഇനി വരുൺ എന്നെ അവഗണിച്ച ഞാൻ മരിച്ചു കളയും. അങ്ങനെ പറയില്ലേ. പതുക്കെ പതുക്കെ വരുണിനെ സ്നേഹിച്ചു തുടങ്ങും. വരുണിന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ വരുണ് തടസ്സം നിൽക്കുക. അതങ്ങ് പോയി കഴിയുമ്പോ എല്ലാം ശരിയാവും. വരുണിനെ സ്നേഹിച്ചു തുടങ്ങും. എനിക്ക് തോന്നുന്നില്ല ചേച്ചി, എനിക്ക് വിശ്വാസമില്ല. ഉണ്ടാവണം. നമ്മുടെ അമ്മ നമ്മുടെ അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ വരുണിന്റെ അമ്മ വരുണിന്റെ അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊരു ഉപാധിയില്ലാത്ത സ്നേഹം. ഒരു തരത്തിൽ പറഞ്ഞ ദൈവത്തിനെ കാണുന്ന പോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന രീതിയാ. നിന്റെ കാര്യത്തിലും അതെന്നെ കാണിക്കണം. നോക്ക്, ദൈവങ്ങളോട് നമ്മളെങ്ങനെ പെരുമാറുന്ന. നമ്മൾ അവരുടെ മുന്നിൽ കൈകൂപ്പും, കരയും, നടയിൽ തലയിടിക്കും, പരാതി പറയും. ഇത്രയും കാലമായിട്ട് എന്നെ എന്തിനാ പരീക്ഷിക്കുന്നതെന്ന് ചോദിക്കും, അല്ല? എന്നിട്ടോ എല്ലാ അനുഗ്രഹങ്ങളും ചേർത്ത് നമ്മുടെ ശിരസിൽ കൈവയ്ക്കും. അങ്ങനെയല്ലേ? അതുപോലെ വരണ്ട മനസ്സിലും തോന്നും. അപ്പോ ചേച്ചി പറഞ്ഞ രീതിയിൽ വരുണിനോട് പെരുമാറാൻ ശ്രമിക്കണം. പക്ഷെ നിന്റെ ഭാഗത്തുനിന്നും ദേഷ്യത്തിലുള്ള ഒരു വാക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. ചേച്ചിക്ക് ഇങ്ങനൊക്കെ പറഞ്ഞു തരാനേ പറ്റൂ. ചേച്ചി മോളെ, അച്ഛനും അമ്മയും ദാനം തന്നൊരു ജീവൻ അത് ചേച്ചിയുടെ കയ്യിലുണ്ട്. അത് അച്ഛനമ്മമാർക്ക് വേണ്ടിയോ നിനക്ക് വേണ്ടിയോ കളയാൻ ചേച്ചി തയ്യാറാ. മോളെ, ജീവിതത്തിനെ കുറിച്ച് നമുക്കൊക്കെ കുറെ കണക്കുകൂട്ടലുകളുണ്ട്. അതൊക്കെ നിറം കൂടിയ കണക്കുകൂട്ടലുകളായിരിക്കും. പക്ഷെ ശരിക്കുള്ള ജീവിതം അങ്ങനൊന്നുമില്ല. നിറം കുറവാ, വേദന കൂടുതലാ. വരുണിന്റെ മനസ്സിൽ നിന്നോടെന്തോ താല്പര്യമുണ്ട്. അത് പൂർണ്ണമായും ഇല്ലാതാക്കണം. അതിനുള്ള കാര്യങ്ങൾ നീ ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കണം. ഞാനത് നോക്കിക്കൊള്ളാം അമ്മേ. ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ പിന്നെ എളുപ്പമായല്ലോ. അവിടെ ഇരുന്ന് നീ കരയുന്ന മാത്രം മനസ്സിൽ ആലോചിച്ചാൽ അവൻ പിന്നെ ഒട്ടും വിട്ടുപിരിയില്ല, അല്ലേ? ഞാൻ എന്റെ ജീവൻ കൊടുക്കണോ? വേണമെങ്കിൽ അതും ചെയ്യാം. എനിക്ക് ആരുടെയും ജീവനൊന്നും ആവശ്യമില്ല. പക്ഷേ എനിക്ക് എന്റെ മകനെയും അവന്റെ ജീവിതവും ആവശ്യം. നിന്റെ അനുജത്തിക്ക് അത് കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ നന്മയാണോ വരുൺ നിന്നിൽ കണ്ടത് അതൊക്കെ തെറ്റായിരുന്നു എന്ന് അവന് തോന്നണം. അവൻ നിന്നിൽ കണ്ട നല്ല ഗുണങ്ങളൊക്കെ അവനെ സ്വാധീനിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി നീ ചെയ്തുണ്ടാക്കിയതായിട്ട് അവന് തോന്നണം. അങ്ങനെ പെരുമാറാനാ ഞാൻ പറഞ്ഞത്. നിന്നെ എടുത്തു വളർത്തിയ അച്ഛനും അമ്മയും മരിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ നീ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? ആറ്റുവാശ്ശേരി പോലെ തന്നെയാ കണിമംഗലവും. ഇവിടെ ഒരു കൂട്ടമരണം നടക്കാൻ പാടില്ല. നെഞ്ചു പൊട്ടി ആളുകൾ വീണു പോകാനും പാടില്ല. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ? അമ്മ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്യാം. എന്നെ കൊണ്ടാവുന്ന പോലെ ഒക്കെ ഞാൻ ചെയ്യാം. എന്നിട്ട് ഞാൻ തോറ്റുപോയ ആറ്റ ശരിക്കും കണിമംഗലത്തിനും വേണ്ടി ഞാൻ എന്റെ ജീവൻ തന്നെ വിടിയ.
അതിലും കൂടുതൽ ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റില്ല. അതിൽ കൂടി ഒരു വലിപ്പവും രാധികയ്ക്കില്ല അമ്മ. അമ്മ ഇത്രയും ഷാർപ്പായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല ചെറിയമ്മ. ഇനിയിപ്പോ രാധിക ജീവൻ വെടിയൊന്ന് പറഞ്ഞാ പോലും അമ്മയുടെ മനസ്സലിയില്ല. കൽപ്പനെ, സേഫ് ആണ്. ഞാനാണ് അവളുടെ പെറ്റമ്മയെന്ന് അവളിപ്പോ കുറെയെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എനിക്കധികം കാത്തിരിക്കാനൊന്നും വയ്യ. എത്രയും പെട്ടെന്ന് രാധികയെ കൊണ്ട് പ്രമാണം ഒപ്പിട്ട് വാങ്ങണം. അതിനുള്ള മാർഗമാ നോക്കേണ്ടത്. എങ്കിലത് ചെയ്യൂ മേഡം. പിന്നെ അവളെ കാണേണ്ട കാര്യമോ വിശ്വസിക്കേണ്ട കാര്യമോ ഇല്ലല്ലോ. മാലിനി, നാളെ തന്നെ അതിനുള്ള മാർഗങ്ങൾ നോക്കണം. അഡ്വക്കേറ്റിനെ വിളിച്ച് രാധികയുടെ പേരിലാകാൻ സാധ്യതയുള്ള ശ്യാമയുടെ സകല സമ്പാദ്യങ്ങളും ഇഷ്ടദാനമായി എന്റെ പേർക്ക് എഴുതാനുള്ള പേപ്പർ ശരിയാക്കാൻ പറയണം. നാളെ രാവിലെ തന്നെ.